പോലീസിനെയും നാട്ടുകാരെയും മണിക്കൂറുകളോളം മുൾമുന്നിൽ നിർത്തിയ സംഭവങ്ങൾക്കാണ് ഇന്നലെ കൊച്ചിയിലെ കുണ്ടന്നൂർ സാക്ഷ്യം വഹിച്ചത്. കുറുവ സംഘമെന്ന് സംശയിക്കുന്നയാൾ കൈവിലങ്ങുമായി പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. കരയിലും കായലിലുമായി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസ് ഇയാളെ അതിസാഹസികമായി പിടികൂടിയത്. വൈകിട്ട് 6:15 സ്ഥലം കുണ്ടന്നൂർ മേൽപ്പാലത്തിന് താഴെ സ്ലിപ്പ് റോഡ്. കുറേ നാളായി ഉറക്കം കെടുത്തുന്ന കുറുവാ സംഘത്തെ തേടിയെത്തിയത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ്. സമയം വൈകിട്ട് 6:20. കായലിനോട് ചേർന്ന് തമ്പിടിച്ച തമിഴ്നാട് സ്വദേശികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. താൽക്കാലിക ടെന്റിൽ തറയിൽ കുഴിയെടുത്ത് ടാർപോളിൻ മൂടിയ നിലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സന്തോഷ് സെൽവൻ എന്നയാളെ പോലീസ് കണ്ടെത്തുന്നു. ടെന്റിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. സമയം വൈകിട്ട് 6:23. പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച സന്തോഷിനെയും മണികണ്ഠനെയും പിടികൂടി പോലീസ് വിലങ്ങുവെക്കുന്നു. ടെന്റിലുണ്ടായിരുന്ന സ്ത്രീകൾ പോലീസ് ജീപ്പ് വളയുന്നതിനിടെ സന്തോഷ് സെൽവൻ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് കുറ്റിക്കാട് നിറഞ്ഞ ചതുപ്പ് പ്രദേശത്തേക്ക് ഓടിമറയുന്നു. സമയം വൈകിട്ട് 6:30. പ്രാഥമിക തിരച്ചിലിൽ സന്തോഷിനെ കണ്ടെത്താനായില്ല. മണ്ണഞ്ചേരി പോലീസ് കൊച്ചി സിറ്റി പോലീസിനെ വിവരമറിയിക്കുന്നു. സമയം രാത്രി 7:15. 75ഓളം പേരടങ്ങുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങുന്നു. സമീപത്തെ റെയിൽവേ ട്രാക്ക് കൂടി കണക്കിലെടുത്ത് റെയിൽവേ പോലീസും RPFും തിരച്ചിലിൽ പങ്കാളികളാകുന്നു. സമയം രാത്രി 8:30. കായലിൽ ചാടിയോ എന്നറിയാൻ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘമെത്തി മുങ്ങിത്തപ്പുന്നു. കൈവിലങ്ങുള്ളതിനാലും അടിവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നതിനാലും സന്തോഷ് സെൽവൻ അധിക ദൂരം പോകില്ല എന്ന കണക്കുകൂട്ടലിൽ പോലീസ് പ്രതിയെത്താൻ സാധ്യതയുള്ള കുണ്ടന്നൂർ, മരട്, നെട്ടൂർ, കുമ്പളം ഭാഗങ്ങളിൽ പോലീസിന്റെ റോന്തു ചുറ്റൽ. നിർഭാഗ്യകരമായ ഒരു കാര്യമായിപ്പോയി. പ്രതിയായാലും അന്വേഷിക്കട്ടെ. കാരണം നമ്മൾ ഇത്രത്തോളം ഒരു ഫൈൻഡിങ്സിൽ എത്തിയല്ലോ. പ്രതിയെ ധൈര്യത്തിൽ വന്ന് ചില ആളുകൾ രക്ഷിച്ചുകൊണ്ട് പോയതാണത്, രക്ഷപ്പെടുത്തിയതാണ്. നമ്മുടെ പോലീസിൻ്റെ അനാസ്ഥ ഉദാസീനത ഇതിൽ ഉണ്ടായിട്ടില്ല. പോലീസ് നിഗമനം തെറ്റിയില്ല. രാത്രി 10:20 സന്തോഷ് സെൽവൻ പിടിയിൽ. കായലോരത്തെ കലിങ്കിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സന്തോഷ് സെൽവൻ. സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഭാര്യ ജ്യോതി, അമ്മ പൊന്നമ്മ എന്നിവരും പിടിയിൽ. 24 കൊച്ചി.